നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച ചാണ്ടിയുമ്മൻ എം.എൽ.എ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് ചാണ്ടിയുമ്മൻ എം.എൽ.എ. 5 ലക്ഷം രൂപയാണ് ചാണ്ടിയുമ്മൻ പ്രഖ്യാപിച്ചത്. ഈ തുക ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് നൽകുക. നേരത്തെ സർക്കാർ ധനസഹായം നൽകുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നത്തെ സംസ്കാര ചടങ്ങിനായി 50,000 രൂപ നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചാണ്ടിയുമ്മന്റെയും ധനസഹായ പ്രഖ്യാപനം. അപകടം നടന്നയുടൻ ചാണ്ടിയുമ്മൻ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടന്നത് ചാണ്ടിയുമ്മന്റെ പ്രതിഷേധത്തെ തുടർന്നാണ്. പാലക്കാട്ടെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. പാലക്കാട് 38-കാരിക്ക് നിപ്പ ബാധ സംശയിച്ചതിനെ തുടർന്ന് പാലക്കാട്ടെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു. പാലക്കാട്ട് തച്ചനാട്ടുകര സ്വദേശിനിക്കാണ് നിപ്പ സംശയിക്കുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാണ്. പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലം വൈകിട്ട് 3-ന് ലഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിപ്പ സ്ഥിരീകരിച്ച യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ബി.ജെ.പി. പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊന്നു. തമിഴ്നാട്ടിൽ ബി.ജെ.പി. പ്രവർത്തകനെ അതിക്രൂരമായി വെട്ടിക്കൊന്നു. ഡിണ്ടിഗൽ ജില്ലയിലെ രാജക്കാപ്പട്ടിയിൽ നിന്നുള്ള ബാലകൃഷ്ണൻ എന്നയാളെയാണ് അജ്ഞാത സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടെ കൂട്ടുകാരുമായി സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. നടു റോഡിൽ വെച്ചാണ് ബാലകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ അക്രമി സംഘം ആളുകൾ നോക്കി നിൽക്കെ ബാലകൃഷ്ണനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ഉടൻ തന്നെ സംഭവ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു. സംഭവം അറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും മുറിവുകളിൽ നിന്ന് രക്തം വാർന്ന് ബാലകൃഷ്ണൻ മരിച്ചിരുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് KSRTC ബസിനടിയിൽപ്പെട്ട് വീണ്ടും മരണം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ആരതി രാജാണ് മരിച്ചത്. സ്കൂട്ടർ വളയ്ക്കുന്നതിനിടെ KSRTC ബസിനടിയിൽപ്പെടുകയായിരുന്നു. പേട്ട ലോഡ്സ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ജോലിക്ക് പോകുന്നതിനിടെയാണ് ആരതി അപകടത്തിൽപ്പെട്ടത്. KSRTC ഡ്രൈവറെ പേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരതിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2 ദിവസം മുമ്പ് KSRTC ബസ് ദേഹത്ത് കയറിയിറങ്ങി സ്ത്രീ മരിച്ചിരുന്നു. തിരുവനന്തപുരം കളിക്കവല സ്വദേശി സുലേഖ ബീഗമാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ആശുപത്രിയിലെത്തി മടങ്ങിപ്പോകുന്നതിനിടെയായിരുന്നു അപകടം. ബസ് മുന്നിലേക്കെടുത്തപ്പോൾ സുലേഖ ബീഗം പെട്ടുപോവുകയായിരുന്നു. സുലേഖ ബസിന് മുന്നിലൂടെ പോകുന്നത് ഡ്രൈവർ കണ്ടിരുന്നില്ല. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫേസ്ബുക്കിലൂടെ പരിചയത്തിലായി 40-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. 49-കാരൻ അറസ്റ്റിൽ. അവിവാഹിതയായ 40-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ തൊടുപുഴ ഉടുമ്പന്നൂർ മലയഞ്ചി തെക്കനാക്കര വീട്ടിൽ TR ബൈജു അറസ്റ്റിലായി. 49 വയസ്സായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ് ഇയാൾ. 3 വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെയാണ് ബൈജു യുവതിയുമായി പരിചയത്തിലായത്. 2022 ജൂൺ 1 മുതൽ 2025 മെയ് 4 വരെയുള്ള കാലയളവിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് യുവതിയുടെ പരാതി. വിവാഹമോചിതനാണെന്നും യുവതിയെ വിവാഹം കഴിച്ചോളാമെന്നും വിശ്വസിപ്പിച്ചാണ് ഇയാൾ ബന്ധമുണ്ടാക്കിയെടുത്തത്. യുവതിയുടെ അമ്മയെയും ഇയാൾ സ്വാധീനിച്ചു. തമ്പാനൂരിലെ ലോഡ്ജിലെത്തിച്ചായിരുന്നു ആദ്യ പീഡനം. ചെങ്ങന്നൂർ, കോഴഞ്ചേരി, തിരുവല്ല, ഇടുക്കി എന്നിവിടങ്ങളിലെ ലോഡ്ജുകളിലും PWD റെസ്റ്റ് ഹൗസുകളിലും യുവതിയെ എത്തിച്ച പീഡനം തുടർന്നു. കഴിഞ്ഞ ദിവസം തിരുവല്ല പോലീസിൽ യുവതി പരാതി നൽകുകയായിരുന്നു. പരാതിക്കാര്യം അറിയാതെ യുവതിയെ കാണാൻ തിരുവല്ലയിലെത്തിയ ബൈജുവിനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലീസ് പിടികൂടി. പ്രതിയെ റിമാൻഡ് ചെയ്തു.